സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റി. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രം നമുക്കറിയാം വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ നിന്ന് മാനന്തവാടി കഴിഞ്ഞ് കാട്ടിക്കുളത്ത് നിന്ന് നമ്മൾ കൊടക് പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോരും. തെറ്റ് വഴി എന്നാണ് റോഡിന് പറയുന്നത്. ഒരു 12 കിലോമീറ്ററാണ് ഈ പറഞ്ഞ തിരുനെല്ലി ക്ഷേത്രം എത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ തിരുനെല്ലി ക്ഷേത്രം ഞങ്ങൾ എത്തേണ്ടിയിരുന്ന 6 മണിക്കാണ്. എൻ്റെ ഒരു 5ാമത്തെ വരവാണ്, ഭാഗ്യം ഉണ്ടാകുന്ന തിരുനെല്ലി വരാൻ വേണ്ടി. പക്ഷേ ഈ സന്ധ്യ ആയതുകൊണ്ട്, സന്ധ്യ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം 7-7:30 മണി രാത്രിയായി. ഇവർ ലൈറ്റുകളെല്ലാം പ്രകാശിക്കുന്നുണ്ട്. വീഡിയോയിലൊക്കെ എന്താണ് ഈ ഷൂട്ടിങ്ങിൽ കൊടപിടിച്ചൊരവസ്ഥയായി പോയി. അപ്പോൾ അത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു. പക്ഷേ അത് ഷൂട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇന്ത്യ അടുത്ത തിരുനെല്ലി യാത്ര എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് 2-3 വർഷം കേട്ടോ. എൻ്റെ കഴിഞ്ഞൊരു യാത്രയിലും അന്ന് KSRTCയിലൊരു ജംഗിൾ സഫാരി ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് തന്നിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് നടപ്പുണ്ട്, പക്ഷെ പകലായിരുന്നു. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനെല്ലി ക്ഷേത്രത്തോട് ചേർന്ന് നമ്മൾ പാപനാശിനി ബലിയിടാൻ പോകുന്നത്. സന്ധ്യ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോയില്ല. അതേപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാവിഷ്ണു അവിടെ ബ്രഹ്മാവിനെ ഒരു കുളമുണ്ട്, കുളത്തിൽ 2 കാൽപാദം കാണാം. ബ്രഹ്മാവ് ഇങ്ങനെ ഈ അമ്പലത്തിന് ചുറ്റുവട്ടത്തൂടെ സഞ്ചരിക്കുമ്പോൾ ആണ് ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതിമ കിടക്കുന്നത് കണ്ടതും അദ്ദേഹം അത് കുളത്തിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയപ്പോൾ അവിടെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളാണ് ഇപ്പോഴും കുളത്തിൻ്റെ ഒരു കാൽപാദമായിട്ട് കാണുന്നതാണ് ഒരു വിശ്വാസം. ഏതായാലും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന ഇപ്പോൾ പടവള് അവിടെയാണ് പാപനാശിനി. ഈ മഴക്കാലത്ത് പാപനാശിനിയിൽ ബലിയിടുമ്പോൾ ഒരു സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബലിയിടുമ്പോൾ ഈ നമ്മുടെ കൈകാലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ബലിയിടാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു രാമേശ്വരത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ രാമേശ്വരത്തേക്ക് എന്നത് കടലാണല്ലോ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വേറെ പ്രത്യേകത, നമ്മൾ ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ പാപനാശിനി കയറി വരുമ്പോൾ കുറച്ച് കല്ലുകളുകൊണ്ട് അമ്പലത്തിലോട്ട് കുറച്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടുവാഴിയുടെ ഭാര്യ ഇവിടെ വന്നതിന് ശേഷം ദർശനം കഴിഞ്ഞ് പോരാൻ നേരത്ത് അമ്പലത്തിലെ ശാന്തിക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിലെ പൂജയ്ക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന ഇപ്പോൾ കല്ല് വെച്ചിരിക്കണം, അതിനകത്ത് പ്ലാസ്റ്റിക് പൈപ്പുണ്ട്. പണ്ട് അതിന് പകരമായിട്ട് മുളയുടെ വലിയ മുള കീറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തമ്പുരാട്ടി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇതിന് തീരുമാനമാകാണ്ട് ഞാനിവിടുന്ന് പോകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം എത്തിച്ചു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. പിന്നെ കൊടക് രാജാവ് ഇത് കുറച്ച് ഏരിയകൾ അദ്ദേഹം പണിതു എന്ന് പറയുന്നുണ്ട്. പഴശ്ശിയുടെ കാലത്ത് അത് വേണ്ട, ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഏതായാലും തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത, വേറൊരു അമ്പലത്തിൽ ഇല്ലാത്തതാണ്, നട അടയ്ക്കാൻ നേരത്ത് ഒരു പൂജക്കുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നട അടയ്ക്കുന്നത്. ഐതിഹ്യപ്രകാരം അമ്പലം അടച്ച ശേഷം ബ്രഹ്മാവ് വന്ന് മഹാവിഷ്ണുവിനെ പൂജിക്കും എന്നാണ് ഐതിഹ്യം. അതിനുവേണ്ടിയാണ് ഈ പൂജാ സാധനങ്ങൾ വെച്ചിട്ട് നട അടയ്ക്കുന്നത്. പിന്നെ ഇവിടുത്തെ പായസം വളരെ നാളെ ലാസ്റ്റ് ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ 80 രൂപയാണ്, ആദ്യകാലത്തൊക്കെ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തൊഴുത് താഴേക്ക് ഇറങ്ങുകയാണ് മറ്റൊരു വരവിന് വേണ്ടി. അടുത്ത വരവാകുമ്പോൾ അമ്പലത്തിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ഭംഗിയായിട്ട് തീർന്നു എന്ന് വിചാരിക്കണം. അപ്പം നിങ്ങളും ഒരിക്കൽ തിരുനെല്ലി പോകണം, കാണേണ്ട അമ്പലമാണ്. താങ്ക് യു, ബൈ.